യെസ്, ഫൈനലി നമ്മൾ സാൻഡ് ഡ്യൂൺസിൻ്റെ ഏരിയയിലേക്ക് എത്തി. റൈറ്റ് എടുക്കാം. അപ്പോൾ നമുക്കൊരു മിനി ഗൾഫിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ കാണാൻ പറ്റും. ആഫ്റ്റർ എത്രയാ 6-7 ഇയേഴ്സ്. എന്തോരം വണ്ടികളവിടെ വന്നേക്കുന്നത്. വാവ്, ആളുകൾ പോകുന്നുണ്ടോ? ഇതാണ് സാൻഡ് ഡ്യൂൺസിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ കേട്ടോ. യെസ്, കമോൺ ഗൈസ്, പോ അങ്ങോട്ടോ. വാ ഐഷ, കമോൺ. ഇപ്പോഴാണ് പടം വരയ്ക്കുന്നത്. നമ്മുടെ വേസ്റ്റ് ഇടുന്ന ബാഗാണ് കേട്ടോ. ഓക്കെ, വണ്ടിയുടെ ഉള്ളിൽ കണ്ടോ? അതാ, ഇതാണ് അവസ്ഥ. ഇത് 15 പേരിരിക്കുന്ന വണ്ടിയാണ്. എല്ലാ സാധനങ്ങളും പെട്ടെന്ന് എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ട് വേണം. ഗുഡ് ഗേൾ. ഇവിടെയും റെസ്റ്റ് റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരുപാട് കൊളറാഡോ എന്നുള്ള വണ്ടി കുറവാണിത്. ഒറിഗോൺ എന്നുള്ള വണ്ടി, പിന്നെ ഏറ്റവും കൂടുതൽ അതർ സ്റ്റേറ്റ് പറയുകയാണെങ്കിൽ നമുക്ക് നെവാഡ എന്നുള്ള വണ്ടികളാട്ടോ കൂടുതൽ കാണുന്നത്. നമ്മൾ ചെരുപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷൂ മാറ്റി നമ്മൾ ചെരുപ്പാക്കി ഇങ്ങോട്ട് വരുമ്പോൾ കണ്ടോ, ഇവിടെ നമ്മൾ ഇത്രയും നേരം കണ്ട ആ ഒരു ലാൻഡ്സ്കേപ്പും പിന്നെ ഇങ്ങോട്ടേക്ക് ഫ്ലാറ്റ് ലാൻഡ്സ്കേപ്പ് നമ്മൾ കണ്ടതുപോലെ തന്നെ. പക്ഷേ അതാ ഇവിടെ മുതൽ സാൻഡ് ഡ്യൂൺസ് ആണ് അല്ലേ. പിന്നെ ഈ മെസ്ക്വേറ്റ് ഫ്ലാറ്റ് സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ കാണുന്ന ചെടികൾ, ഈ ചെടിക്ക് മെസ്ക്വേറ്റ് എന്നാണ് പറയുന്നത്. ഈ ചെറുതല്ല, ഐ തിങ്ക് ഉണങ്ങിയ പോലെ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളാണ്. അതിങ്ങനെ അധികം പൊക്കാവാതെ താഴേക്കൊക്കെ വളഞ്ഞ് ഒക്കെ വളരുന്ന ടൈപ്പ് ഒരു ചെടിയാണ്. ഇനിയിപ്പോൾ അത് മറ്റത് അതിൻ്റെ വലുതാണോ എന്നറിയില്ല കേട്ടോ. പക്ഷേ നന്നായില്ലേ, മോനും ചെരുപ്പിട്ടു കേട്ടോ. ശരിക്കും നമ്മുടെ ഒന്നുകിൽ നമ്മുടെ പുഴയിലുള്ള ആ ഒരു സാൻഡ് ഡ്യൂൺസ് പോലെ, കടലിലുള്ള സാൻഡ് ഡ്യൂൺസ് പോലെ, അതല്ലെങ്കിൽ മരുഭൂമിയിലെ സാൻഡ് ഡ്യൂൺസ് എന്നൊക്കെ പറയാം. അടിപൊളി കേട്ടോ. എടുക്കാമല്ലോ, അവിടെ നിന്നുള്ള പിക്ചർ എടുക്കാമല്ലോ. ഓക്കെ, മരുഭൂമിയിലെ മരങ്ങൾ കേട്ടോ. നല്ല ഭംഗിയല്ലേ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കാണാനായിട്ട്. 15 സ്ക്വയർ കിലോമീറ്റർ ആണോ അതോ 15 സ്ക്വയർ മൈലിലാണോ ഇത് കിടക്കുന്നതെന്ന് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷനുണ്ട്. എന്തായാലും 15 ആണ് അതിൻ്റെ ഒരു കണക്ക്. ഇത് മൊത്തത്തിൽ ഇവിടെയുള്ള ഏരിയ. ഇത് അടിപൊളിയാട്ടോ, എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം. ഒരുപാട് ഇന്ത്യക്കാർ ഇവിടെ വിസിറ്റ് വരുന്നുണ്ട് കേട്ടോ. ഡെത്ത് വാലിയിൽ മൊത്തത്തിൽ നമ്മൾ ഏത് ഡെസ്റ്റിനേഷനിൽ പോയി കഴിഞ്ഞാലും അവിടെ ഇന്ത്യക്കാർ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട്. ദാറ്റ് മീൻസ് കമ്പയർ ടു നമ്മുടെ ഇവിടുത്തെ ആ ഒരു മൊത്തത്തിലുള്ള ടൂറിസ്റ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കാരോട് ഒരുപാട് വരുന്നുണ്ട്. ആളുകളൊക്കെ പോയി ഇരിക്കുന്നുണ്ട്, എൻജോയ് ചെയ്യുന്ന വർത്തമാനം പറയുന്നു. എവിടെ നോക്കിയാലും ആൾക്കാരെ എൻജോയ് ചെയ്യുന്ന ഒരു മൊമെൻറ്റ്സ് കാണാം. സൂപ്പർ സാൻഡ് ഡ്യൂൺസ് കേട്ടോ. സൂപ്പർ എന്ന് പറഞ്ഞാൽ ഭയങ്കര തരിമാണല്ലേ. ഒരുപാട് ദൂരം മുതൽ നമുക്ക് കാണാം കേട്ടോ. നമുക്ക് അവിടം വരെയൊക്കെ നടന്നു പോകാം. പക്ഷെ നമുക്ക് അത്രയും നടന്നു പോകാനുള്ള സമയമില്ല. അത്ര അടിപൊളിയാണ്. ഇവിടേക്ക് പോയിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ മേളിൽ നമുക്ക് മലനിരകൾ കാണാൻ പറ്റും. ഈ മലനിരകളിൽ നിന്നൊക്കെ പറന്ന് വരുന്ന പൊടികൾ അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഈ സാൻഡ് ഡ്യൂൺസ് ഉണ്ടായിരിക്കുന്നത്. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? കാണിച്ച് ഐഷ കുറച്ച് മണലെടുത്ത്. റോഷ്നിയൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് പോവാണ് കേട്ടോ. ഈ ട്രിപ്പ് റോഷ്നിക്കും ഐഷയ്ക്കും ഒട്ടും താല്പര്യമില്ലാത്ത ട്രിപ്പായിരുന്നു. പക്ഷെ അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഈ ഒരു ട്രിപ്പ്. എന്താ മനു? മരുഭൂമി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കർവ് പോലെയൊക്കെ മണൽ കിടക്കുന്നതാണല്ലോ ഏറ്റവും ഭംഗി കാണാനായിട്ട്. ഇതാ അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അതൊക്കെ കാണാൻ പറ്റും.
അവിടം വരെ പോകണം. പക്ഷെ എന്നാലും ഇത് ഒരാളിവിടെ എന്ത് ചെയ്യുന്നതാണ്? What are you doing? To make something. I'm trying to make something. What? Something. I don't know. Something. You have a stick? Stick we have, but in the car. No. Yeah? ഇവിടുന്ന് അങ്ങോട്ടും ഫോട്ടോ എടുക്കാനാണോ? അതെ, ഇന്ന് അങ്ങോട്ടുള്ള വ്യൂ അടിപൊളിയാണ് കേട്ടോ. മോന് ചെരുപ്പ് എറിഞ്ഞിട്ട് പോയി എടുക്കുന്നേ കാണുന്നേ. അവന് മടിച്ച് വിളിക്കുന്നു. No! Stop! Yeah, let him throw. വാ നമുക്ക് പോയാലോ? ഇത് പോരെ? നമുക്ക് ഇവിടെ ഒന്ന് ക്യാമ്പ് ചെയ്യാം. പിന്നെ ഒരു ദിവസം ഇവിടെ ക്യാമ്പിംഗ് ഇല്ല, പക്ഷേ ഇത് ശരിക്കും എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം. നമ്മുടെ സമയക്കുറവ് കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഇത് ശരിക്കും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അടിപൊളി മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഡെത്ത് വാലിയിലെ. ഐഷ്യൻ റോഷനിയും ഒരുപാട് വിളിച്ചിട്ടും വരുന്നില്ല കേട്ടോ. ഭയങ്കര ഹാപ്പി ആയിട്ട് വരുന്നുണ്ട്. ആ ഓ വാ, അടിപൊളി. സ്ലോ മോഷനിലുണ്ട്. സൂപ്പർ സൂപ്പർ. എടി എന്തൊരു അടിപൊളി പ്ലേസ് അല്ലേ ശരിക്കും. ഇന്നലെ ഓരോ പോയിന്റുകളും ഭയങ്കര വെറൈറ്റിയാണ്. അതെ 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 അതെ. അതാണ് നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് എന്ന് പറയുമ്പോൾ വേറൊരു പ്ലേസ്, വേറൊരു മാജിക്കൽ പ്ലേസ് ഒരു ഫീലിംഗ്. കറക്റ്റ് കറക്റ്റ്. അടുത്ത് കാണുന്നതും അകലെ കാണുന്നതും തമ്മിൽ നല്ല ഡിഫറൻസാ. അതെ അതെ അതെ. അപ്പൊ അതാണ് നമ്മൾ അകലേന്ന് കാണുമ്പോൾ ഇങ്ങനെ തോന്നുമെങ്കിൽ അടുത്ത് വരുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. അതെ. നമ്മുടെ കാർ പാർക്കിങ്ങിലേക്ക് എത്തി. ഇനി നമുക്ക് മൊസൈക്ക് ക്യാനിനൂടെയാണുള്ളത്. നമ്മൾ ഈ പ്രാവശ്യം മൊസൈക്ക് ക്യാനിയൻ ഒഴിവാക്കുകയാണ് കേട്ടോ. കാരണം ഇനി നമ്മൾ അതുകൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി റെൻറ്റിൻ്റെ അടുത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എന്തായാലും മൊസൈക്ക് ക്യാനിയൻ ഒഴിവാക്കാം. മൊസൈക്ക് ക്യാനിയൻ ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ആഡ് ചെയ്തതാണ്. അപ്പം എന്തായാലും നമുക്ക് ഇതോടുകൂടി നമ്മുടെ ഡെത്ത് വാലിയിലെ മെയിൻ അട്രാക്ഷൻസൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇതാ ഇവിടുത്തെ ഒരു കാക്ക ഉണ്ടോ, എന്തൊരു വലിപ്പമാണെന്ന് പറയാം ഇവിടുത്തെ കാക്കയ്ക്ക്. ആദ്യമായിട്ടാണ് ഇത്ര അടുത്തൊരു കാക്കനെ കിട്ടുന്നത്. ഭയങ്കര വലിപ്പം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിപ്പമാണ്. ഇവിടെ ഒരു കാക്കയെ 2 കാക്കയായിട്ട് നമ്മൾ കാണാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലെ കാക്കയുടെ ഒരു 3 ഇരട്ടി വലിപ്പമുണ്ട്. ആദ്യമായിട്ടാണ് ഇത്ര അടുത്ത് ഞാനൊരു കാക്കനെ കാണുന്നത്. ഒരു കാക്ക അപ്പുറമുണ്ട്, 2 എണ്ണമായിട്ടുണ്ട്. 2 എണ്ണമായിട്ടാണ് കൂടുതലും നടക്കുന്നത്. ഇതാ അവിടെ പറഞ്ഞിരിക്കുന്നുണ്ട്. ജോഡിയായിട്ടാണ് ഇവർ നടക്കുന്നത്. നമ്മളിപ്പോൾ മെസ്ക്വിറ്റ് ഫ്ലാറ്റ് സാൻഡ് ഡ്യൂൺസിൽ നിന്ന് എടുക്കുവാണ്. ഇനിയിപ്പോൾ നമുക്ക് എന്താ പറയുന്നത്, അങ്ങനെ നമ്മുടെ എല്ലാ വിസിറ്റും നമ്മൾ ഡെത്ത് വാലിയിൽ പ്ലാൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ പൈപ്പ് വെല്ലിൽ പോയിട്ട് ഗ്യാസ് അടിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് പോകാം. ഇവിടുന്ന് റൈറ്റാണ് കാണിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഫർണസ് ക്രീക്കിൽ നിന്ന് വരുന്ന വഴി അതാണ്. അപ്പോൾ അവിടുന്ന് റൈറ്റ് ഇങ്ങോട്ടേക്കാണ് സ്റ്റൗ പൈപ്പ് വെല്ലിലേക്ക് പോകേണ്ടത്. അപ്പം ഇവിടുന്ന് എത്ര മൈൽ കാണിക്കുന്നുണ്ട് സ്റ്റൗ പൈപ്പ് വെല്ലിലേക്ക്? 1.9 മൈല്. അപ്പോൾ സ്റ്റൗ പൈപ്പ് വെല്ലിൽ ഗ്യാസിൻ്റെ റേറ്റ് ഇത്തിരി കുറവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയി ഗ്യാസ് അടിച്ചിട്ട് നമുക്ക് പോകാൻ തിരിച്ചു. ഇത് കണ്ടോ, നമ്മൾ സ്റ്റൗ പൈപ്പ് വെല്ലിൽ എത്തിയിട്ടോ. സ്റ്റൗ പൈപ്പ് വെൽസ് എലിവേഷൻ 5 ഫീറ്റ്, സീ ലെവലിൽ നിന്ന് 5 ഫീറ്റ് മാത്രം ഹൈറ്റിലാണ് ഈ ഒരു സ്ഥലം ഇരിക്കുന്നത്. കണ്ടോ, ഇവിടെ കുറച്ച് അധികം ബിൽഡിങ്ങുകൾ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഇവിടുത്തെ ഒരു വലിയൊരു ഇവിടുത്തെ ഒരു കൊച്ച് അറിയപ്പെടുന്നൊരു സിറ്റി എന്ന് പറയാൻ പറ്റുമോ എന്നറിയില്ല, എങ്കിലും അത്യാവശ്യം ഒരു കാര്യങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ്. പേ എൻട്രൻസ് ഫീസ്, ഓൾ വെഹിക്കിൾസ് മസ്റ്റ്. ഡെത്ത് വാലി നാഷണൽ പാർക്ക് എന്താ ഇത് ഇവിടെയും നമ്മുടെ ക്യാമ്പ് ഗ്രൗണ്ട് ഉണ്ട്. സ്റ്റൗ പൈപ്പ് വെൽസ്. ഇതാണ് ഇവിടുത്തെ ഗ്യാസ് സ്റ്റേഷൻ കേട്ടോ. പിന്നെ ഇവിടെ കുറേ ബിൽഡിങ്ങുകളൊക്കെ കാണാം. ഗ്യാസ് സ്റ്റേഷൻ റെഗുലർ കണ്ടോ, ഇവിടെ 452 ഉള്ളൂ. ഞാനിത് ഗൂഗിൾ റിവ്യൂവിൽ കണ്ടായിരുന്നു കേട്ടോ. അതായത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും റേറ്റ് കുറച്ച് കിട്ടുന്നൊരു സ്ഥലമാണ്
ഈ സ്റ്റൗ പൈപ്പ് വെല്ല്. നമ്മളിപ്പോൾ ആ ഗ്യാസ് സ്റ്റേഷനിൽ നിന്ന് ഫുൾ ടാങ്ക് ഗ്യാസ് അടിച്ചു. അപ്പം ഇവിടുന്ന് ലെഫ്റ്റ് പോകുന്നത് 190 റോഡാണ് കേട്ടോ. 190 എന്ന് പറയുന്ന മെയിൻ റോഡാണ്. ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുന്നത് 190 തന്നെയാണ്. പക്ഷേ ഫർണസ് ക്രീക്കിൽ എത്തിയതിന് ശേഷമാണെന്നാണ് അതിൻ്റെ റോഡിൻ്റെ പേര് മാറും. പിന്നെ ഫർണസ് ക്രീക്കിൽ നിന്ന് ബാഡ് വാട്ടർ എന്ന് പറയുന്ന റോഡ് പോയിട്ട് സോഷോൺ എന്ന് പറയുന്ന വഴി നമുക്ക് ബേക്കർ എന്ന് പറയുന്ന റോഡിലേക്ക് കയറാം. അതല്ലെങ്കിൽ ഫർണസ് ക്രീക്കിൽ നിന്ന് ഈ വഴി സ്ട്രെയിറ്റ് പോകുന്ന വഴിയുണ്ട്. അതിൻ്റെ പേര് 190 ആണെന്ന് സംശയമുണ്ട്. പക്ഷേ അതിൽ പോയിട്ടും സോഷോണിലെത്തും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ബേക്കറിലേക്ക് എത്തും. അവിടെ നിന്ന് പിന്നെ നമുക്ക് നേരെ ലോസ് ആഞ്ചൽസിലേക്ക് പോകാം. അപ്പം ഈ ഫ്രെസ്നോ ബേക്കേഴ്സ്ഫീൽഡ് അവിടെ നിന്ന് വരുന്നവരൊക്കെ ഈ വഴി വരും. അതുപോലെ തന്നെ ലോസ് ആഞ്ചൽസിൽ നിന്ന് വരുന്നവർക്ക് ഒരുപക്ഷെ ഇതുവഴി വരുന്നതും ഇതുവഴി വരണതും ഓൾമോസ്റ്റ് സെയിം ഡിസ്റ്റൻസ് ആവാനാണ് സാധ്യത. ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നമുക്ക് ബേക്കേഴ്സ്ഫീൽഡ് വഴി വന്നിട്ട് ബേക്കർ വഴി വന്നിട്ട് ബേക്കറിൽ നമ്മുടെ ആ ഒരു വേൾഡ്സ് ടോളസ്റ്റ് തെർമോമീറ്റർ കണ്ട് പിന്നെ അവിടുന്ന് ഫസ്റ്റ് സെക്കൻഡ് ബാഡ് വാട്ടർ ബേസിൻ കണ്ട് അവിടുന്ന് പിന്നെ ഇങ്ങനെ തുടങ്ങി നമ്മൾ കണ്ട പോലെ കണ്ട് വന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഇനി നമുക്ക് കാണാനുള്ളത് മൊസൈക്ക് ക്യാനിയൻ ഉണ്ട്. അത് ഇവിടുന്ന് അടുത്താണ്. പിന്നെ യുബെഹെബെ ക്രേറ്റർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതും ഇവിടുന്ന് പോകേണ്ട സ്ഥലമാണ്. പിന്നെ ഡെത്ത് വാലിയുടെ ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് നമ്മൾ പറയുന്ന ആ ഒരു തന്നെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കല്ലെന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. റേസ് ട്രാക്ക് പ്ലായ എന്നാണ് അതിന് ഇവിടെ പറയുന്നത്. അപ്പോൾ അത് കാണാനും പോകേണ്ടതാണ്. പക്ഷേ അതിന് നമുക്ക് ഇന്ന് സമയമില്ല. ഇവിടുന്ന് 2.5 മണിക്കൂർ to 3 മണിക്കൂറാണ് അങ്ങോട്ടേക്ക് നമുക്ക് എത്തിപ്പെടാനുള്ള സമയം ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അവിടേക്ക് പിന്നെ നമുക്ക് 4 വീൽ ഡ്രൈവ് ഉള്ള വണ്ടികൾ, നല്ല ടയറുകളുള്ള വണ്ടികളും വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു ഗവേഷണം നടത്തിയിട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത് നമുക്കിവിടെ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ നമ്മളൊരു നോർമൽ വിസിറ്റിൽ നമുക്കത് പറ്റുന്നൊരു സ്ഥലമല്ല. പിന്നെ നമുക്ക് പറയാനുള്ളത് ഈ സ്റ്റോപ്പ് പൈപ്പ് വെൽസിൽ നിന്ന് നമുക്ക് നമ്മുടെ സാൻഡ് ഡ്യൂൺസ് കാണാൻ പറ്റും. അതാണ് ഇതിൻ്റെ മറ്റൊരു അട്രാക്ഷൻ. ഇതാ കാണുന്നതാണ് സാൻഡ് ഡ്യൂൺസ്, നമ്മൾ ആദ്യം പോയ ഏരിയ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ഒരു അട്രാക്റ്റീവ് പ്ലേസാണ്. അതുപോലെ തന്നെ ഇതാ കാണുന്നത് നമ്മുടെ എന്താ പറയുന്നത് ക്യാമ്പിംഗ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ക്യാമ്പിംഗ് രജിസ്ട്രേഷൻ എടുത്തിട്ട് സ്റ്റോപ്പ് പൈപ്പിൽ ഓൺലൈനിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡെത്ത് വാലിയുടെ അല്ലെങ്കിൽ recreation.government.us ആ ഒരു സൈറ്റിലും കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കാണുന്നത് ജനറൽ സ്റ്റോറാണ്. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. അമേരിക്കയിൽ ഷോപ്പുകളിലുള്ള സാധനങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഐസ് വരെ അവിടെ കിട്ടും. പിന്നെ ഗ്യാസ് അവിടെ കിട്ടും. പിന്നെ അതിലും റെസ്റ്റോറൻ്റ് ഉണ്ടെന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഈ ബോർഡിൽ കാണിക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇവിടെ ഒരു സലൂൺ എന്ന് പറഞ്ഞിട്ട് ഇത് കാണിക്കുന്നുണ്ട്. ഞാൻ ഓൺലൈനിൽ ചെക്ക് ചെയ്യുമ്പോൾ അതും ഒരു റെസ്റ്റോറൻ്റാണ്. ഞാനിപ്പോൾ അകത്ത് കയറി നോക്കുന്നില്ല. പിന്നെ സ്റ്റോപ്പ് പൈപ്പ് വെൽസ് വില്ലേജ് എന്ന് പറഞ്ഞിട്ട് 1926 ഇത് ഇവിടെ ഈ ഒരു വില്ലേജ് റെഡിയാക്കിയിരിക്കുന്നത്. പിന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പുണ്ട്, അത് നമുക്കിവിടെ കാണാൻ പറ്റും. ഗിഫ്റ്റ് ഉണ്ട്. പിന്നെ രജിസ്ട്രേഷൻ അവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ ഡെത്ത് വാലി എക്സ്പ്ലോറിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ട്രിപ്പ് എന്തായാലും വളരെ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലായിരുന്നു. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ട്രിപ്പായിരുന്നു. അപ്പോൾ നമുക്കിനി നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം. നമുക്ക് വണ്ടി തിരിച്ചു കൊടുക്കണം. സ്റ്റോപ്പ് പൈപ്പ് ഇതാണ്. സ്റ്റോപ്പ് പൈപ്പ് വെൽസ് എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ പേരാ. അതെ. ഇവിടെ വേറെ ഒന്നും കാണാനില്ല. ഇനി നമുക്ക് വീട്ടിലേക്ക് 4 മണിക്കൂറുള്ളൂ അല്ലേ? 4 മണിക്കൂർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സമയം എത്രയായി? 4 മണിയായി, 3:50. അപ്പം 8 മണിക്കാണ് നമ്മൾ വീട്ടിലെത്തുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ഒത്തിരി ലേറ്റാവും. വലിയ ഒരു സൂപ്പർ കിഡിലൻ ട്രിപ്പായിരുന്നു. ഇവിടെ വരാത്തവർ, കാലിഫോർണിയയിലുള്ളവർ, അതുപോലെ തന്നെ US-ലുള്ളവർ, US-ൽ നിന്ന് എവിടെ നിന്ന് വന്നാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നഷ്ടമില്ല. അത്രയ്ക്ക് ഒരു വർത്ത് പ്ലേസാണ്. കാലിഫോർണിയയിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ്. ഈ സമയത്ത് ഒരു വിൻ്റർ ആ ഒരു സമയത്താണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പ്രത്യേകം ഓർക്കുക. നമ്മൾ പോയ സ്ഥലങ്ങളിൽ ന്യൂജേഴ്സി, അതുപോലെ തന്നെ ന്യൂയോർക്ക്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നുള്ളവരെ നമ്മൾ കാണാൻ പറ്റി കേട്ടോ. അപ്പോൾ ഒത്തിരി വിസിറ്റേഴ്സ് വരുന്നൊരു ഏരിയയാണ് പല സ്ഥലത്തുനിന്നും. ഒന്നുകൂടി ഡെത്ത് വാലിയിൽ വരണം എന്ന് തീർച്ചയായിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡെത്ത് വാലി. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ നമ്മൾ ഇവിടുന്ന് എടുക്കുവാണ്. ഓക്കെ, എത്ര മൈലാണ് കാണിക്കുന്നത്? ഇവിടുന്ന് 4 hours കാണിക്കുന്നുള്ളൂ. 233 മൈലാണ് നമുക്ക് ഇവിടുന്ന് വീട്ടിലേക്ക് കാണിക്കുന്നുള്ളൂ കേട്ടോ. സ്റ്റോപ്പ് പൈപ്പ് വെല്ലിൽ നിന്ന് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തുള്ളൂ കേട്ടോ. അപ്പോൾ തന്നെ മൊസൈക്ക് ക്യാനിയൻ കണ്ടു. ഇവിടെ നമ്മൾ പോകാൻ വേണ്ടിയിരുന്നതാണ്, ഞാൻ ലിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇതൊരു മഡ് റോഡാണ്, എത്രത്തോളം പോകണമെന്ന് അങ്ങോട്ട് അറിയില്ല. അവിടെ ഒരു ബോർഡ് ഉണ്ടായിരുന്നു കേട്ടോ, അവോയ്ഡ് ഓവർ ഹീറ്റിംഗ് ഓർ ടേൺ ഓഫ് AC
എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ് ഉണ്ടായിരുന്നു. അടുത്ത 20 മൈൽ നമ്മൾ എമിഗ്രൻറ്റ് ക്യാനിയൻ ക്ലോസ്ഡ് എന്നുള്ള പറഞ്ഞൊരു ബോർഡ് കണ്ടോ. അവിടെ നിന്ന് എടുത്ത് ഒരു 10 മിനിറ്റ് ആയുള്ളൂ. അപ്പോൾ എമിഗ്രൻറ്റ് ക്യാനിയൻ ആയിരുന്നില്ല അത്. സ്റ്റോപ്പ് ആയിട്ട് നമ്മളിപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഐസൊക്കെ തൊട്ടടുത്ത് കാണുന്ന രീതിയിൽ നമ്മളിപ്പോൾ 3000 എലവേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മളിപ്പോൾ 5000 എലവേഷനിലാണ് കേട്ടോ. ഇനി ഇറക്കമാണ്. ബ്രേക്ക് ചെക്ക് ഏരിയ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് 9 മൈൽസ് ഇറക്കമാണെന്ന് പറയുന്നത്. ഒരു ഭയങ്കര സംഭവമാണോ. ഇവിടുത്തെ വഴി കംപ്ലീറ്റ് ഇറക്കവും വളവും അതുപോലെ തന്നെ കയറ്റവും വളവും ഇങ്ങനെ കുത്തിനെ ഒരു താഴേക്കും മുകളിലേക്കും എന്താ പറയുക ഡിപ്പും ഹൈറ്റും ഒക്കെ ആയിട്ട് വരുന്ന ഏരിയകളാണ്. പിന്നെ പാനാമിൻ സ്പ്രിങ്സ് ഇവിടുന്ന് 13 മൈൽ കേട്ടോ. അവിടെ ഗ്യാസ് കിട്ടുന്ന സ്ഥലമാണ്. അതായത് നമ്മൾ ഈ ഏരിയയിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ഗ്യാസ് കിട്ടുന്നതിന് വലിയ പ്രോബ്ലം ഇല്ല. നമ്മളെ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ 4000 ഫീറ്റ് എലവേഷനിലേക്കായി. പക്ഷെ നമുക്ക് ദൂരെ ഒരു ഐസ് മല അവിടെ കാണാം. പിന്നെ സാൾട്ട് വാട്ടർ ബേസിനാണെന്ന് തോന്നുന്നു ദൂരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വലിയൊരു ഇറക്കം ഇറങ്ങി വരുമ്പോഴൊരു കാഴ്ചയാണ് സ്ട്രെയിറ്റ് റോഡ്. രക്ഷയില്ലാത്ത ബ്യൂട്ടിയാണ്. രണ്ട് സൈഡും ഒരു വാട്ടർ ബേസിൻ പോലെ കിടക്കുകയാണ്. പക്ഷെ വെള്ളമില്ല, ഡ്രൈ ആണെന്നാണ് തോന്നുന്നത്. നമ്മൾ വന്നിരുന്ന റോഡിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ടോ. പാനാമിൻ്റെ എന്താ നേരത്തെ പറഞ്ഞാൽ പാനാമിൻ്റെ ലൈൻ എന്നാണ് പറഞ്ഞത്. ആ ഒരു റോഡിലേക്കാണ് കയറിയിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ 395 എന്ന് പറഞ്ഞ ഫ്രീവേയിലേക്ക് കയറുന്ന ഒരു ഷോർട്ട് കട്ടാണ്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഇറങ്ങി വന്നത്. മിസ് യു ഡെത്ത് വാലി, മിസ് യു സൂപ്പർ. നമ്മളിപ്പോൾ ട്രോണ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെത്തി കേട്ടോ. അപ്പം ഇവിടെ റെസ്റ്റ് ഏരിയ ഉണ്ട്. പിന്നെ അത്യാവശ്യം ലിക്വർ സ്റ്റോറ്, പിന്നെ അല്ലാതെയുള്ള സ്റ്റോറുകൾ ഒക്കെ അത്യാവശ്യമുണ്ട്. പിന്നെ വീടുകളൊക്കെ ആണെങ്കിലും ഒരു ഓൾഡ് മോഡലായിട്ടുള്ള വീടുകളൊക്കെയാണ് കാണുന്നത്. ഹിസ്റ്റോറിക്കൽ മ്യൂസിയം ഉണ്ട്. പക്ഷേ ഗ്യാസ് സ്റ്റേഷൻ ഞാൻ കണ്ടില്ല കേട്ടോ. ഇവിടുത്തെ ഒരു ജനസാന്ദ്രത അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനങ്ങളിലേക്ക് ഇത് കൂട്ടുമ്പോൾ ഇവിടെ എന്തോ ഒരു ഫാക്ടറി ഉണ്ട് കേട്ടോ. ഇവിടെ മൈനിങ് ഉണ്ടോ. ഫാർമസി ആൻഡ് ലിക്വർ വീണ്ടും ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടാവും. JCC റെസ്റ്റോറൻറ്റ് ബോർഡ് കാണാം. ഇവിടെ ഗ്യാസ് സ്റ്റേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആദ്യം ഉണ്ട് ഗ്യാസ് സ്റ്റേഷനുണ്ട്. ട്രോണ ഒരു ഭയങ്കര ഒരു വിജനമായ ഒരു സ്ഥലവും അതുപോലെ ഓൾഡായിട്ടുള്ള 449 ഉള്ളൂ ഇവിടുത്തെ ഗ്യാസിൻ്റെ വില. അവിടെ ഒരു അടിപൊളി ഷോപ്പുണ്ട്, ജനറൽ സ്റ്റോറുണ്ട്, വീണ്ടും വേറെ ഗ്യാസ് സ്റ്റേഷനുണ്ട്. രണ്ട് സ്ഥലത്തും സെയിം റേറ്റ് ആണ്. പിന്നെ ഇവിടെ ഒരു ഫാക്ടറിയിലേക്ക് വരുന്ന ട്രെയിൻ വാഗണുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. ട്രോണ റോഡ് എന്ന് പറഞ്ഞാൽ ട്രോണ റോഡിലൂടെ നമ്മൾ പോകുന്നുണ്ട്. ഈ റോഡ് അതാണെന്നൊരു ഡൗട്ടുണ്ട്. എന്തൊരു പൈപ്പ് ലൈനൊക്കെ പോകുന്നുണ്ട്. എന്താ ലീക്ക് ഉണ്ടോ? താഴത്ത് പുറം വരുന്നുണ്ടോ? ആ പൈപ്പ് ലൈൻ ഇങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് എല്ലാം ഒരു ഡെസേർട്ടിൽ നിൽക്കുന്നതും ഒരു പഴകിയതും മോൾഡുമായ ഒരു ലുക്കാണ്. അത് ഇങ്ങോട്ട് കുറേ വീടുകളൊക്കെയാണ് കേട്ടോ. അതാ അവിടെയൊക്കെ ഷെല്ലിൻ്റെ നല്ല അടിപൊളി ഗ്യാസ് സ്റ്റേഷൻസും കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞപ്പോൾ ഇറക്കം ഇറങ്ങിയാണ് കൂടുതലും വന്നത്. അപ്പോൾ 1 മണിക്കൂറായി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. സ്റ്റോപ്പ് പൈപ്പിൽ നിന്ന് നമ്മൾ 4 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴാണ് നമ്മൾ ട്രോണയിൽ എത്തിയത്. 1 മണിക്കൂറുണ്ട്. അങ്ങോട്ട് പോകണമെങ്കിൽ ചിലപ്പോൾ ഇതിൽ കൂടുതൽ സമയം എടുക്കും കേട്ടോ. കാരണം അങ്ങോട്ട് കൂടുതലും കയറ്റം കയറാനാണ് ഉള്ളത്. ഇത്രയും ദൂരം വന്നിട്ട് ഇവിടെയും സാൾട്ട് വാട്ടർ കാണട്ടോ. സാൾട്ട് വാട്ടർ ബേസിൻ കാണട്ടോ. കാരണം ഇതുപോലെ ഓരോ മിനറൽസിനൊക്കെ ഇവിടെ വാരിയെടുക്കുന്നതൊക്കെ ആയിരിക്കും കേട്ടോ. ഇത് കല്ലിൻ്റെ ബ്ലോക്സ് നിൽക്കുന്നതൊക്കെ ഭയങ്കര രസമാട്ടോ. ദൂരെ നമുക്കൊരു പ്രത്യേക രീതിയിൽ മണ്ണ് നിൽക്കുന്ന കാണാം. ട്രോണ പിനാക്കിൾസ്. അതാണ് എന്നെ 1000 ഫീറ്റ് ഹെഡ്. അത് കാണുന്നതായിരിക്കും പിനാക്കിൾസ് എന്ന് പറയുന്നത്. ട്രോണ പിനാക്കിൾസ് നമുക്ക് ദൂരെ കാണാം. ഭയങ്കര രസമാണ്. അത് പിനാക്കിൾസ് നിൽക്കുന്നതാണ്. ഞങ്ങൾ കുറേ ശ്രദ്ധിച്ചായിരുന്നു. പക്ഷെ അവിടെ പോയി അതിൻ്റെ വീഡിയോ എടുക്കാനുള്ള നമുക്ക് സമയമില്ല. അതൊക്കെ നമുക്ക് അടുത്ത ട്രിപ്പിൽ നമുക്ക് ഇതിലെ വന്നിട്ട് എക്സ്പ്ലോർ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ട്രോണ റോഡിലേക്ക് തിരിയാണ്. ലെഫ്റ്റ് തിരിയാണ്. ഇവിടെ നമുക്ക് കുറച്ച് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. റെഡ് മൗണ്ടൻ 22 കാണാം കേട്ടോ. ഈ നമ്മൾ തിരിയുന്ന
റിച്ച് ക്രസ്റ്റ് 9 മൈൽ, ഇൻയോക്കൻ 19 മൈൽ, ബേക്കേഴ്സ്ഫീൽഡ് 111 മൈൽ അങ്ങോട്ട് പോകുമ്പോൾ. അപ്പോൾ നമ്മൾ റിച്ച് ക്രസ്റ്റ് എത്താറായിട്ടോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്ന ഈ വഴി മിക്കവാറും ഫ്രീവേ 392ലേക്ക് കയറുന്നതായിരിക്കും. നമ്മൾ ട്രോണ റോഡിൽ നിന്ന് നേരെ 395 റോഡിലേക്ക് കയറാൻ പോകാറുണ്ടോ. നമ്മൾ US 395 ഫ്രീവേയിലേക്ക് കയറി കേട്ടോ. ഇവിടെ നമുക്ക് ആ ആർട്ടിസ്റ്റ് പാലറ്റിൻ്റെ ചെറിയൊരു ഫോം കാണാം കേട്ടോ. അത് റെഡ് മൗണ്ടൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. അതിൻ്റെ അടുത്ത് ഒരു അത്ഭുതം കേട്ടോ. നമ്മൾ അവിടെ പോയി കണ്ട സംഗതിയുടെ ചെറിയൊരു വേർഷൻ. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അപ്പം എല്ലാവർക്കും ഒരു ബൈ ബൈ പറഞ്ഞേക്കൂ. ബൈ.